കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രം എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കഴക്കൂട്ടത്തെത്തി മാഡിയെ കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം അവൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നമുക്കിന്ന് കുറച്ച് നൈറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അക്ഷയും റോഷനും എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നേരെ നമ്മൾ പോയത് ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അക്ഷയ് കുറേ നാളിന് ശേഷം സ്വീഡനിൽ നിന്ന് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവനെ പിഴിയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് കഴക്കൂട്ടത്തുള്ള റാപ്പ് ലൂപ്പിലാണ്. അവിടെ നിന്ന് ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ യുനോ കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കളിച്ചു തുടങ്ങി കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് ആക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഷവർമ വന്നായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്ററേനിയൻ പ്രോട്ടീൻ ബീഫ് ഷവർമ അങ്ങനെ എന്തോ ഒരു സാധനമായിരുന്നു. പക്ഷേ സംഭവം എനിക്കിഷ്ടമായില്ല കേട്ടോ. അത്ര ടേസ്റ്റില്ലായിരുന്നു. വേറൊരു ഷവർമയുടെ ടേസ്റ്റില്ല, വേറെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് വർക്കലയ്ക്കാണ്. അപ്പോൾ കാറിലിരുന്നിട്ട് വല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈം സോഡയൊക്കെ കുടിച്ചിട്ട് ക്ലിഫിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ നേരെ ക്ലിഫിലേക്ക് പോവാണ്. ക്ലിഫാണ് വേറൊരു നാട്ടിലെത്തിയ ഫീലാട്ടോ ഫുൾ തന്നുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് വർക്കലയിലേക്ക് വെറും 20 കിലോമീറ്റേഴ്സ് എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളോട് നമുക്കൊരു വില ഉണ്ടാവില്ല എന്ന് പറയില്ലേ, അതാണ് സത്യം. കാരണം ഇങ്ങോട്ടേക്കൊക്കെ ഇടയ്ക്ക് വല്ല ആണ്ടിന് സംക്രാന്തിക്ക് മാത്രമേ വരാറുള്ളൂ. പക്ഷേ ഇവിടെ ആൾക്കാരങ്ങ് എൻജോയ് ചെയ്യുകയാണ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും നമുക്ക് വന്നൊന്ന് എൻജോയ് ചെയ്യാനുള്ള ടൈമോ ഒരു മനസ്സോ ഉണ്ടായില്ല. പക്ഷേ ബാക്കി ആൾക്കാർക്ക് ഇവിടെ വന്നങ്ങ് എൻജോയ് ചെയ്യാണ്. നൈറ്റ് ലൈഫൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഏതോ നാട്ടിലെത്തിയ പോലെ അത്ര രസമാട്ടോ. അപ്പോൾ ഈ ഒരു പോക്കോടുകൂടി ഞാൻ ആകെ ഒരു കാര്യം തീരുമാനിച്ചു. കാരണം ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരാൻ നോക്കണം. നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ടായിരുന്നിട്ട് നമ്മൾ എന്തിനാണ് വേറെ നാട്ടിലൊക്കെ തപ്പി പോകണേ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ക്ലിഫിൽ നിന്ന് കടലിലേക്ക് നോക്കാനും നല്ല രസമാണ് കേട്ടോ. അത്രയും ഹൈറ്റിൽ നിന്ന് കടലാണെങ്കിൽ ഒരുപാട് കര കയറിയിട്ട് നിൽക്കുകയാണ്. നമുക്കിങ്ങനെ താഴേക്ക് ഇറങ്ങി നിൽക്കാനൊന്നും സ്ഥലമില്ലാന്ന് തോന്നുന്നു. കടൽ ഫുള്ളായിട്ട് കരയ്ക്ക് കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെയൊക്കെ ഫുൾ നടന്നു ക്ലിഫിൽ കൂടി. അത് കഴിഞ്ഞിട്ട് സ്കൈ ലോഞ്ചിൽ നിന്ന് ജസ്റ്റ് കയറി. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഫുൾ ക്രൗഡഡ് ആയിരുന്നു. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലും വരാൻ ഒരുപാട് ലേറ്റ് ആകുമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്കൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. പൊറോട്ടയും ചപ്പാത്തിയും ദോശയും ബീഫൊക്കെ ആയിട്ട് നമ്മളെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു. ഞാനാണ് ദോശ ഓർഡർ ചെയ്തത്. എനിക്ക് ദോശയും ബീഫും കഴിക്കാൻ എന്തോ കൊതിയായിരുന്നു. നല്ല ചൂട് ദോശയും ബീഫും ആയിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ രാത്രിയത്തെ പ്ലാനൊക്കെ നിർത്താൻ പോവുകയാണ്. എന്നെ വീട്ടിലാക്കിയിട്ട് അവർ തിരിച്ചു പോകാൻ പോവുകയാണ്. പലർക്കും പല സ്ഥലങ്ങളിൽ തിരിച്ചെത്തണം. പക്ഷേ നാളെയും നമ്മൾ കുറച്ച് പ്ലാനുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നടക്കുമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. ഇന്നത്തേക്ക് ഗുഡ് നൈറ്റ്.